പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ്റ്റർ ആൻഡീസ് ഫ്രൂട്ട് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗീ റൈസാണ് ഞാൻ ചെയ്യുന്നത്. തേങ്ങാപ്പാലൊക്കെ ചേർത്താണ് ചെയ്യുന്നത്. അതിന് ഞാൻ നീളമുള്ള ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ആണിത്. 3 കപ്പ് റൈസാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിനകത്ത് ഒരു അരമണിക്കൂറൊന്ന് സോക്ക് ചെയ്തിടണം. ഒരുപാട് നേരം കുതിർത്ത് വെക്കരുത്. വല്ലാതെ കുതിർന്നു പോയാൽ ചോറ് പൊടിഞ്ഞു പോവും. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നാണ് നമ്മൾ സാധാരണ വെക്കുന്നത്. നന്നായിട്ട് കുതിർന്ന അരിയാണെങ്കിൽ ഒരല്പം ഒരു 1/4 കപ്പ് കുറച്ച് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ചോറ് വെന്ത് പോകും. കഴുകിയപ്പോൾ നനഞ്ഞല്ലോ, ആ നനവോടുകൂടി ഒരു അരമണിക്കൂർ ഇരുന്നാൽ മതി. കട്ടിയുള്ള ബേസുള്ള പാത്രമാണ് ഉപയോഗിക്കാൻ. നെയ്യ് ഒഴിച്ചു. കാഷ്യൂനട്ടൊന്ന് വറുത്തെടുക്കാം. കിസ്മിസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പറങ്ങണ്ടിയുടെ കളർ ഒന്ന് ചെറുതായിട്ട് പിങ്കായി വരുന്ന ഉടനെ ആ റൈസിൻസും കൂടെ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് അതങ്ങ് ബോൾ പോലാകും. എന്നിട്ട് ഒന്നിച്ചെടുത്താൽ മതി. ആ റൈസിനകത്ത് റൈസിൻസ് ഇവിടെ ബാൻഡാണ്, അതുകൊണ്ട് ഞാനത് ഇട്ട് കാണിക്കുന്നില്ല. ഇതിങ്ങനെ ഒരു ചെറുതായിട്ടുള്ളൊരു പിങ്ക് കളറായാൽ മതി. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒടുവിൽ ഗാർണിഷ് ചെയ്യാനായിട്ടൊരു അല്പം ഉള്ളിയും കൂടെ ഒന്ന് വറുത്തെടുക്കണം, ഗീക്കകത്ത് തന്നെ. അതും ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്. ചെറുതായിട്ട് മൂക്കാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമുക്കതങ്ങ് ഓഫ് ചെയ്തെടുത്ത് അത് മാറ്റി വയ്ക്കണം. 2 കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ബേ ലീവ്സ്, കുറച്ച് കുരുമുളക്, അല്പം പച്ചമുളക്. തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. നല്ലതാണത്. ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസ് ഞാൻ ലിസ്റ്റ് ഒടുവിൽ നിങ്ങൾക്ക് തന്നേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും. അതൊന്ന് ഒരു ചെറുതായിട്ടൊരു മണം വരട്ടെ. ഒന്ന് ഇളക്കിയിട്ടൊരു മണം വരുമല്ലോ, അതുവരെ ഒന്ന് ഇളക്കിയാൽ മതി. അപ്പം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ പകുതി വഴന്ന് വരുന്ന ഉടനെ ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ചോറിനും ഉപ്പ് വേണമല്ലോ. ആദ്യമേ ഉപ്പിട്ടാൽ ഉള്ളിയിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും. ഉള്ളി കരിഞ്ഞു പോകാൻ പാടില്ല. ഡാർക്ക് പിങ്ക് കളർ ആവുന്നത് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇടാം. അരിക്കകത്ത് വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിച്ചാൽ നമുക്ക് അളവ് തെറ്റിപ്പോവും. എന്നിട്ട് ഈ അരി ഈ നെയ്ക്കകത്തൊന്ന് സോഫ്റ്റായിട്ട് ഇളക്കണേ. അരി പൊടിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരുപാട് സോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യരുത്. നെയ്ക്കകത്തെല്ലാം അരി അങ്ങ് പിടിച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് ഒട്ടിപ്പിടിക്കത്തുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം വേണം. അത് സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ഞാനൊരു 5.25 ഒഴിക്കുന്നുള്ളൂ. ആ 5.25-നകത്ത് 1.5 കപ്പ് തേങ്ങാപ്പാലാണ് അതുകൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. നല്ലപോലെ ഇളക്കണം. ഒരിക്കലൊന്ന് ചെയ്ത് നോക്കണേ. തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, എളുപ്പത്തിലെടുക്കാൻ. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വിടണം. തിളച്ച് കഴിയുമ്പോൾ വളരെ തീ കുറച്ച് അടച്ചു വെക്കണം. ഒരു കാര്യം കൂടെ നോക്കണം, ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഉപ്പ് ഓൾറെഡി കുറച്ച് ഇട്ടല്ലോ. ഉപ്പ് നോക്കിയിട്ട് ഇടാവൂ. ഒരല്പം ഉപ്പ് കൂടെ വേണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താലേ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ചു. നോക്കിക്കോണം, തിളച്ച് വെള്ളം ചോറിന് നെകയ്ക്കാകുന്ന ഉടനെ തീ പിന്നെയും വളരെ കുറച്ച് ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പിലൊരു പോയിന്റില്ലേ, ആ പോയിന്റിൽ വെച്ച് ബാക്കിയുടെ വേണം. അപ്പം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല തേങ്ങാപ്പാലിൻ്റെ മണവും വരുന്നുണ്ട്. സെർവ് ചെയ്യുന്ന ഉടനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഓണിയൻസും ഇട്ട് കൊടുത്താൽ മതി. അതിന് താഴെ നോക്കി ചട്ടിയിലൊന്നും പിടിച്ചിട്ടില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.